ആർക്കറിയാത്ത എന്താണ് കാരണം എന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴേ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, സമയം വരട്ടെ അന്നേരം പറയാം. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഈ മത്സരം MP-മാർ മത്സരിക്കണം എന്ന ആശയം വന്നത് രണ്ടും ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം തോൽക്കുന്ന സീറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ട് ആലോചിക്കുന്നത്, ജയിക്കുന്ന സീറ്റല്ല. അപ്പം അതിലെന്താ തെറ്റ്? എന്താ തെറ്റ്? 40-46 വർഷക്കാലമായി തോറ്റിരിക്കുന്ന, അല്ല കുറേ കാലമായി തോറ്റിരിക്കുന്ന സീറ്റ് ചിലപ്പോൾ MP-മാർ മത്സരിച്ചാൽ ജയിക്കുമെങ്കിൽ ഒരു സീറ്റ് അധികം കിട്ടുന്ന അർത്ഥത്തിലാണ് എല്ലാവരും കണ്ടത്. സതുദ്ദേശപരമാണ്. പക്ഷേ ഇവിടെ കേരളത്തിലെ ലീഡേഴ്സിൻ്റെ ഭാഗത്തുണ്ടായ കടുംപിടുത്തം അല്ലെങ്കിൽ ദുർവാശിയാണ് സത്യം പറഞ്ഞാൽ പോയത്. അതുകൊണ്ടൊന്നും വിഷയമുണ്ടായിട്ട് പറയുന്നതല്ല, മറിച്ച് ഹൈക്കമാൻഡ് മാത്രം തീരുമാനം എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് തലയിലിടുന്ന ഒരിക്കലും ശരിയല്ല. ഒരിക്കലും ശരിയല്ല. ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. ഹൈക്കമാൻഡിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ആവശ്യമിക്കണ്ട. സ്ട്രേറ്റ് ആണ്. അതായത് കേരളത്തിൽ നിന്ന് നേതാക്കളാണ് MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത്. അത് ഹൈക്കമാൻഡ് തീരുമാനമല്ല. അല്ലല്ല, അതിന് മുമ്പിൽ ഒടുവിൽ ഹൈക്കമാൻഡ് സമ്മതിച്ചു എന്നല്ലാതെ, ഒരു തർക്കം ഒഴിവാക്കാൻ സമ്മതിച്ചു എന്നല്ലാതെ. കാരണം ആസാമിൽ ഗൗരവ് ഗൊഗോയ്ക്ക് കൊടുത്തുള്ളൂ, ഗൗരവിന് കൊടുത്തുള്ളൂ മത്സരിക്കാൻ അനുമതി കൊടുത്തുള്ളൂ ആസാമിൽ. അപ്പം ഞാനതിൻ്റെ ഒരു മത്സരം വേണം അല്ലെങ്കിൽ MP-മാർ മത്സരിക്കണം എന്ന അർത്ഥത്തല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? കേരളത്തിൽ തിരിച്ചു വരണമെങ്കിൽ നിലവിൽ ജയിക്കുന്ന സീറ്റുകൾ കൊണ്ട് മാത്രം കഴിയില്ല, കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കണം. കൂടുതൽ സീറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ MP-മാർ തോൽക്കുന്ന സീറ്റെടുത്ത് മത്സരിച്ചാൽ അത് ജയിക്കാം. അപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ആ MLA-മാരുടെ എണ്ണം സഹായിക്കും. അങ്ങനെ ഒരു സതുദ്ദേശപരമായ നിർദ്ദേശമാണ് വന്നത്. അതല്ലാതെ നമുക്ക് പോയി മത്സരിക്കണം നമ്മൾ ആരോടും ആവശ്യപ്പെട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ തോൽക്കുന്ന സീറ്റ് രണ്ട് പറഞ്ഞ ഒരാളുണ്ട്. തോറ്റാൽ എന്താ? നിങ്ങൾക്ക് ഇനിയും MP-ആയി തുടരാമല്ലോ, എന്താ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ മേൽ ചാരിക്കൊണ്ട് ഞങ്ങളല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. ഇപ്പോഴും ചോദ്യമാണ്. ഞാൻ മുതിർന്ന നേതാക്കൾ പലരും ആ സമയത്ത് ലോക്സഭാ സീറ്റുകൾ നിലനിർത്തുക, കൂടുതൽ തരത്തിൽ പാർട്ടിയുടെ എണ്ണം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലുടനീളം മത്സരിച്ചത്. അത് ഫാക്ട് തന്നെയാണ്. അങ്ങനെ മത്സരിച്ച മുതിർന്ന നേതാക്കൾ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണ്ട എന്നൊരു കോൺഗ്രസ് തീരുമാനിച്ചു എന്നല്ലേ സാറ് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞതെന്താ, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരാണ് ഉത്തരവാദി എന്നാരും പറയേണ്ടതില്ല. കേരളത്തിലെ ലീഡേഴ്സ് തന്നെയാണ് ശക്തമായി അതിന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെ ഒന്ന് പറയും, ഇവിടെ ഓർന്ന് പറയും. നിലവിൽ UDF-ന്റെ പ്രതീതി എന്നുള്ളപ്പോൾ തന്നെ ഇത്രയും തർക്കങ്ങളും ഈ ചർച്ചകളും പോയിരുന്നു. ഈ രീതിയിൽ എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാലും മുന്നോട്ട് പോകുന്നത്? നമുക്ക് കണ്ടറിയേണ്ട കാര്യമല്ലേ? ആശങ്കയുണ്ടോ? അല്ല, കണ്ടറിയേണ്ട കാര്യമല്ലേ? പാർട്ടിയാണല്ലോ, കണ്ടറിയേണ്ട കാര്യമാണല്ലോ. ഒരു മുൻവിധിയോട് പറയാൻ കഴിയില്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്ന ഈ ചർച്ച, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പൊതുമനസ്സിലേക്ക് സജീവമാകുന്നു വരുന്നുണ്ടോ? അല്ല, നമ്മളിത് ആലോചിക്കേണ്ട വിഷയം എന്തിനാണ് ഈ ഇത്തരത്തിലൊരു ചർച്ച ഈ തെരുവിലെത്തിച്ചത്? എത്തിച്ചവർ ഉത്തരം പറയണം. കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സത്യം പറഞ്ഞാൽ കഠിനാധ്വാനം നടത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും മറ്റ് ഘടകകക്ഷി പ്രവർത്തകരെല്ലാം ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അവരുടെ ആഗ്രഹം 10 വർഷമായി നമ്മൾ പ്രതിപക്ഷത്താണ്, ഇത്തവണ കയറി വരണം. അങ്ങനെ കഠിനാധ്വാനം നടത്തിയവരുടെ മുമ്പിലാണ് സത്യം പറഞ്ഞാൽ റിസൾട്ട് വിടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കിയത്. ആ വിവാദമുണ്ടാക്കിയത് ആരാണെങ്കിലും അവർ സത്യം പറഞ്ഞാൽ കേരളത്തിലെ കഠിനാധ്വാനം നടത്തിയ പാർട്ടി പ്രവർത്തകർ നേരെ നടത്തുന്ന അവരെ സത്യം പറഞ്ഞാൽ അവരെ പരിഹസിക്കുന്ന രീതിയിലാണ് സംഭവം പോയിട്ടുള്ളത്.
രാഘവന്റെ ഒരു പ്രതികരണം മുഖ്യമന്ത്രി ചർച്ച അനവസരത്തിലാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഞ്ഞടിച്ചിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും പറഞ്ഞതാണ്, ഞാനും ഇന്നലെ പറഞ്ഞതാണ്. അനവസരത്തിലുള്ളതാണ്, ആവശ്യമില്ലാത്ത ചർച്ചയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തു, വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിയുമ്പോഴാണല്ലോ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയില്ല. എൻ്റെ ഡൽഹി സന്ദർശനം കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതല്ല.